ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഡിസംബർ 31 ചൊവ്വാഴ്ച. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയിലേക്ക് പോകാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശിക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോകാം. കർത്താവേ, എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും ദൈവമേ, ഈ പ്രാർത്ഥന ആരെല്ലാം ഭൂമിയുടെ അതിർത്തികൾ വരെ കേൾക്കുന്നു അവിടെയെല്ലാം നിന്റെ തിരുമുറുപാടുന്ന വലതുകരത്തിൻ്റെ ആശീർവാദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരയിലും കടലിലും കൃപാസനം നടത്തിയിട്ടുള്ള അങ്ങയുടെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യാനങ്ങളുണ്ട് ഈശോയെ. അതിൻ്റെ ആസ്തി ഭദ്രതയിൽ അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജപമാല റാലി പ്രാർത്ഥിച്ചു കൂട്ടിയ കോടിക്കണക്കിന് ജപമാലയുടെ ആസ്തി ഭദ്രതയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ആധ്യാത്മിക ശൈത്യത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കർത്താവെ പരിശുദ്ധാത്മാവിനെ ഒരു അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി നിങ്ങൾ ആവശ്യിക്കട്ടെ. നിങ്ങൾ കർത്താവിൻ്റെ ശക്തി പ്രത്യേകമായ ഭയങ്ങൾ, സാമ്പത്തിക ഭയങ്ങൾ, ശാരീരികമായ രോഗത്തിൻ്റെ ഭയങ്ങൾ മൂലം നഷ്ടധൈര്യരായിട്ട് പ്രാർത്ഥിക്കുവാനോ ഉടമ്പടി പാലിക്കുവാനോ പോലും പറ്റാതെ മനസ്സിടിഞ്ഞു പോരുണ്ട് ഈശോയെ. പല ആൾക്കാരുടെ പലതരത്തിലുള്ള ഭീഷണികൾ ഞെരുങ്ങിപ്പോകുന്നുണ്ട് ഈശോയെ. സാമ്പത്തിക ഞെരുക്കം ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഈശോയെ. അതുപോലെ ഡോക്ടർമാർ ഓരോരോ ടെസ്റ്റുകൾ പറയുമ്പോഴും
കർത്താവ് ടെസ്റ്റുകൾ പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെങ്കിലും ആ ടെസ്റ്റുകളൊന്നും രോഗമില്ല, ആ പറയുന്ന രോഗമില്ലെങ്കിലും ശരീരത്തിന് അവശത മാറാത്ത രീതിയിൽ വേറെ ഏത് അജ്ഞാതമായ രോഗങ്ങളാണ് തനിക്കുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് ത്രിസംഖ്യരായിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെ ഇപ്പം നീ ഇന്നത്തെ ദിവസം നീ സ്പർശിക്കണം കർത്താവേ. കർത്താവ് ഗർഭിണികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവ് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ ജനിതകമായ തകരാറുകളിൽ പെട്ടുകൊണ്ട് ഹാർട്ടിന് ഹോളും ഗർഭസ്ഥ ശിശുവിന് വളർച്ചക്കുറവും തൂക്കക്കുറവുള്ള എല്ലാ മക്കളെയും ഗർഭശിശുക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിൻ്റെ കരുണ, മെനിഞ്ചൈറ്റിസ് രോഗങ്ങൾ, അതുപോലെ മൈഗ്രെയിൻ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ മാറിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ നട ചെയ്തുകൊണ്ട് ആശ്വാസത്തിൻ്റെ വാഗ്ദാനം നൽകിയ നിൻ്റെ ആശ്വാസം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് തന്നെ കർത്താവെ അവരുടെ എല്ലാ ജീവിത പ്രാരാബ്ധം കുഴങ്ങിയ മക്കളുണ്ട് ഈശോയെ. കുരുക്കിൽപ്പെട്ട മനുഷ്യരുണ്ട് കർത്താവെ, അവർക്കെല്ലാം കുരുക്കഴിച്ചുകൊണ്ട് കർത്താവെ അവരെ കുഴക്കത്തിൽ നിന്നും കർത്താവ് കൊടിഞ്ഞ ചേറ്റിൽ നിന്ന് അവരെ കരയേറ്റിക്കൊണ്ട് കർത്താവെ പത്രോസിനെ നീ കടലിൽ നിന്ന് പിടിച്ച് കയറ്റിയ പോലെ കർത്താവെ കടഭാരങ്ങളിൽ നിന്നും കർത്താവ് രോഗഭാരങ്ങളിൽ നിന്നും കർത്താവ് ജീവിത ദുരിതങ്ങളിൽ നിന്നും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുന്നവരെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത കുടുംബപരമായ നരകയാതന അനുഭവിക്കുന്ന എല്ലാ മക്കളും യേശുക്രിസ്തു സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ കർത്താവെ. പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവനും നാശക്കോടാലിയായി ജീവിക്കുന്നവർ, അതുപോലെ തൊഴിലില്ലാത്തവർ, തൊഴിൽ തേടി അലയുന്നവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ കർത്താവ് അവരെല്ലാം കണ്ണീരോടെ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ ഭക്ഷണം കഴിക്കും, എങ്ങനെ മാന്യതയോടെ ജീവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പരിഭ്രമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശ്വസിപ്പിക്കുകയും ഇന്ന് ഞങ്ങൾ എവിടെയെല്ലാം പോകുന്നുവോ, എന്തെല്ലാം സംസാരിക്കുന്നുവോ, ആരോടെല്ലാം ഇടപെടുന്നുവോ, ജീവിതയാപനയ്ക്ക് വേണ്ടിയുള്ള നട്ടോട്ടങ്ങളിൽ കർത്താവെ നിസ്സഹായ നിൽക്കുന്നവരെ നീ സന്ധിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവകൃപ നിന്നിലേക്ക് ആവശ്യിക്കട്ടെ. ലോർഡ് ഇൻഫ്യൂസ് ഹിസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 2:12. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അപ്പോൾ മാലാഖ കൊടുത്തിരിക്കുന്ന കാഴ്ചയെക്കുറിച്ച് പറയണത് എന്താണ്? അത് കണ്ടത് എന്താണ്? പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു. ഈ ശിശുവിനെ കുറിച്ച് ഇടയന്മാരോട് പറഞ്ഞത് എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള, വായിച്ചേ, ലൂക്കാ 2:10. ലൂക്കായുടെ സുവിശേഷം 2:10 വാക്യം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പൊ ഇതാണ് 2 കാര്യങ്ങൾ. ഒന്ന്, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ പുൽത്തൊട്ടി കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറയും. പിന്നെ കേട്ടത് എന്താണ്? ഈ ശിശു തന്നെയായിരിക്കും സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതുകൊണ്ടാണ് കാണുകയും, പിന്നെ വായിച്ച് ലൂക്കാ 2:20. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ കരിസ്മാറ്റിക് സഹോദരങ്ങൾ പ്രാർത്ഥിക്കത്തില്ലേ, ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ, ചില സാഹചര്യങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ, അതുപോലൊരു പ്രാർത്ഥനയാണ് അവിടെ നടന്നതെന്നാണ് വിശുദ്ധ ലൂക്ക പറയണത് 2:20. എന്താണ്? തങ്ങളോട് പറയപ്പെട്ടതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു. ഇങ്ങനെ പറയുമ്പോഴെന്താണ് കേൾക്കുന്നത്? ഇതെല്ലാം കേൾക്കണ ഒരാളുണ്ടായിരുന്നു അവിടെ. ആരാണത്? മറിയം. അമ്മ ഇവരുടെ പ്രാർത്ഥന കേൾക്കാറുണ്ട്. ആട്ടിടയന്മാർ പറയാറുണ്ട്. എന്താണ്?
അവർ കണ്ട കാര്യം പറയുന്നുണ്ട്. അവർ കാണുമെന്ന് പറഞ്ഞ കാര്യം പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിരിക്കുന്ന ശിശു, അതവർ പറയുന്നുണ്ട്. പിന്നെ എന്താ അവർ പറയണത്? അതായത് പിന്നീട് അവർ പറയണത്, തങ്ങളോട് പറയപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്താണ്? എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇതാണ് അവർ കേട്ട കാര്യങ്ങൾ. കണ്ട കാര്യങ്ങളും അവിടെ പ്രാർത്ഥനയുടെ വിഷയമായപ്പോൾ അവിടെ പ്രാർത്ഥനയെന്നാണ് പരിശുദ്ധ അമ്മ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കണത്. അമ്മയുടെ ഒരു പ്രശ്നമുണ്ടേ, അതായത് ആരുമില്ലല്ലോ ഇപ്പം ഔസപിതാവും ഇല്ല അവിടെ. പൂജരാജാക്കൾ വരുമ്പോഴും ഔസപിതാവ് ഇവിടെ ഇല്ല, മറിയത്തിൻ്റെ കൂടെ കണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഔസപിതാവ് ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം തേടി പിടിക്കാനോ പോയിരിക്കണ സമയത്താണ് ഇവർ വരണത്. അപ്പോഴ് അതാണ് മറിയത്തിൻ്റെ കൂടെ കണ്ടെന്ന് പറയേണ്ട കാര്യം. അതായത് ഔസപിതാവിന് ഒരു പ്ലസ് പോയിൻ്റാണത് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒന്നും കേൾക്കാതെയും കാണാതെയും സ്വപ്നം മാത്രത്തിൽ സംസാരിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ വിശ്വാസ ജീവിതം ഇട്ടിമുഴക്കം പോലെ മുന്നോട്ട് കയറി പോണത്. ഇതെല്ലാം കണ്ടും കേട്ടുമാണ് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ ചിന്തിച്ച്, ഔസപിതാവിനോട് പോലും ഇത് പറയുന്നില്ല എന്നുള്ള സൂചന അതിനകത്ത് അണ്ടർസ്റ്റുഡാണ്. അവർ സ്വകാര്യമായിട്ട് ഈ ആട്ടിടയന്മാർ പറഞ്ഞ് പ്രാർത്ഥിച്ച കാര്യങ്ങളെ മറിയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഷീസ് സോ കണ്ടൻറ്റഡ് ദെൻ വെച്ചാൽ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ സംശയമില്ലെന്ന് എൻ്റെ അർത്ഥം. ഹൃദയത്തിൽ സംഗ്രഹിക്കാത്ത വിഷയങ്ങൾ, ഹൃദയം സംഗ്രഹിക്കാൻ നമുക്ക് മൗനമായിരിക്കും ഉണ്ടാകണത്. മൗനത്തിനെതിരെന്താണ്? ബഹളമാണ്. മനസ്സിലായില്ലേ? മൗനത്തിനെതിരെന്താണ്? ബഹളമാണ്. നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് തർക്കം വരും, ബഹളം വരും. ഇപ്പം ജൈറസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് 2 കക്ഷികളെ പുറത്താക്കും. ആരൊക്കെയാണെന്ന് നോക്കിയേ. മർക്കോസിൻ്റെ 5:40 കർത്താവ് 2 കക്ഷികളെ പുറത്താക്കുന്നുണ്ട്. ആരൊക്കെയാണത്? മർക്കോസ് 5:38-40. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വെക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. ഈ ബഹളം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നീട് അവർക്ക് വിശ്വാസമില്ല, അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആശ്രയം പോകും. അങ്ങനെ കുറേ കാര്യം ഈ ബഹളത്തിനുണ്ട്. ആ ബഹളത്തിന് നേരെ എതിരാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. അതിൻ്റെ മൗലിക ഭാവം ശാന്തതയാണ്. അതുകൊണ്ടാണ് ഐസയ 53:7 പറയത്തില്ലേ, ആ സ്കേപ്പ് ഗോട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ, അവൻ കൊല്ലാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നു. അവൻ തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയില്ല. അപ്പോൾ സഹനദാസനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. കാര്യം ഇതിന് ജ്ഞാനം അവനുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സഹനങ്ങളുടെ ഭാരം വന്നത്, എന്താണ് വന്നതെന്നല്ല, എന്താണ് വന്നത്? മരണമാണ് വന്നത്, ഉറ്റവരാണ് മരിച്ചത് എന്ന് പറഞ്ഞുള്ളവരാണ് കാറുകയും കൂവുകയും ചെയ്യും. എന്തിനാണ് വന്നതെന്ന് അറിയണവർ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അപ്പോൾ ആദ്യത്തത് അറിവും രണ്ടാമത്തത് ജ്ഞാനവുമാണ്. അറിവിൽ നിന്ന് ബഹളം ഉണ്ടാകുകയും ജ്ഞാനത്തിൽ നിന്ന് ഹൃദയത്തെ സംഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അമ്മയെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കുന്നത്. മറിയം ഇതെല്ലാം ആട്ടിടയന്മാരെ കണ്ടതും പ്രാർത്ഥനയിൽ അവർ പറഞ്ഞത്, കണ്ടെന്നും കേട്ടെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൽ സംശയങ്ങളുള്ളപ്പോഴാണ് നമുക്ക് ബഹളങ്ങൾ ഉണ്ടാകുന്നത്. വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് വൈസ് സംശയം കുറയുന്നതനുസരിച്ച് കൊണ്ട് ഫുൾ ആൻഡ് ഫുൾ വിശ്വാസം തന്നെ ആയിക്കഴിഞ്ഞാൽ അത് നേരെ ഇരുത്തം വന്ന നിശബ്ദതയിലേക്ക് പോകും നമ്മളെ. കാര്യം എന്താ? അതിൻ്റെ അപ്പുറത്തത് നമ്മൾ ആത്മജ്ഞാനത്താൽ ദൈവം നമ്മളെ കാണിക്കുന്നുണ്ട്. മറിയം അത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മറിയം നിശബ്ദയായത്. അതായത് ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ബഹളം വെച്ചാൽ ദൈവം നിന്നെ അവിശ്വാസിയായിട്ട് ബ്രാൻഡ് ചെയ്യും. ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് ഈ വിഷയം ഞാൻ സമർപ്പിക്കുന്നു,
ദൈവത്തിൻ്റെ ഇഷ്ടംപോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആധ്യാത്മികത ഈടിട്ടുള്ളതാകും. ദൈവം വിശ്വസിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറും. ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളെക്കാൾ ഉപരി. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.